എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്കിൻ കെയർ ആസിഡ് സീരീസിലെ 4ാമത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഗ്ലൈക്കോലിക് ആസിഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ സ്കിൻ കെയർ ആസിഡ്സ് എന്തിനാന്ന് പറയാം. സ്കിൻ കെയർ ആസിഡ്സ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ പറയുക, നമ്മളുടെ സ്കിൻ കൺസേൺസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് എന്തെങ്കിലും കുരു, പാട്, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇങ്ങനെയുള്ള കൺസേൺസിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇതുപോലുള്ള ആസിഡ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും എന്താ പറയുക, ഇങ്ങനത്തെയുള്ള ആസിഡ്സ് ഒക്കെ നമുക്ക് ഈ ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് ചെയ്യുമ്പോൾ മീൻസ് ഈ ഒരു ആസിഡ് യൂസ് ചെയ്ത് നോക്കാമല്ലോ എന്നുള്ള രീതിയിലാണ് നമ്മൾ എപ്പോഴും ആസിഡ്സ് യൂസ് ചെയ്ത് നോക്കാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൺസേൺ എന്താണ്, ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളൊന്നും അറിയാതെ ആയിരിക്കും പലരും, എല്ലാവരുടെ കാര്യമല്ല, പലരും ഇത് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണാം. നമ്മൾ ഇതിൻ്റെ മുന്നേ 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഹൈലറൂണിക് ആസിഡിൻ്റെ, സാലിസിലിക് ആസിഡിൻ്റെ, നിയാസിനമൈഡ് സെറത്തിൻ്റെ, അങ്ങനെ 3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗ്ലൈക്കോലിക് ആസിഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾ AHA BHA ആസിഡ്സിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ഒരു ഗ്ലൈക്കോലിക് ആസിഡ് ഒരു AHA ആസിഡ് ആണ്. AHA ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ് എന്നാണ് കേട്ടോ അതിൻ്റെ ഫുൾ ഫോം. ഇത് ഷുഗർ കെയിനിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു ആസിഡാണ് കേട്ടോ. നമ്മളിത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് സ്കിന്നിൻ്റെ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഗ്ലൈക്കോലിക് ആസിഡ് ഭയങ്കര പവർഫുള്ളാണ്. അപ്പോൾ നമ്മൾ വീക്ക്ലി 3 ടൈംസ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. സ്കിന്നിൻ്റെ എക്സ്ഫോളിയേഷനാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റൻ അപ്പ് ആവാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന റിങ്കിൾസ്, ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ശരിക്കും റിങ്കിൾസിനും ഫൈൻ ലൈൻസിനും ഉള്ള ആസിഡ് ഇതല്ല കേട്ടോ, റെറ്റിനോൾ ആണ് നമ്മൾ ഇതിന് മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. അത് നമ്മൾ 30+ ഉള്ള ആൾക്കാരെ യൂസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഗ്ലൈക്കോലിക് ആസിഡ് ഇതിനും നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഏജ് സ്പോട്സ്, പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഗ്ലൈക്കോലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൻ്റെ ടെക്സ്ചറിനെയും സ്കിന്നിൻ്റെ ടോണിനെയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പോർസിനൊക്കെ അൺക്ലോഗ് ചെയ്തിട്ട് നമ്മൾ ആക്നേസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കൊളാജൻ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറിനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ഒരു കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ടെങ്കിൽ. മെയിനായിട്ട് ഗ്ലൈക്കോലിക് ആസിഡ് വർക്ക് ചെയ്യുന്നത് സ്കിന്നിൻ്റെ മീൻസ് സ്കിന്നിൻ്റെ ഡെഡ് സെൽസിനൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്യാം കേട്ടോ. അതായത് ഡെഡ് സെൽസിനൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഗ്ലൈക്കോലിക് ആസിഡ് പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അത് നമ്മളെ പോഴ്സിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മളെ സെല്ലിൻ്റെ ടേൺ ഓവറിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഇത് ഒരു എക്സ്ഫോളിയൻ്റ് ആണ്. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നന്നായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യും. എക്സ്ഫോളിയേറ്റ് ചെയ്യുന്ന വഴി നമ്മുടെ ഡെഡ് സ്കിൻസിനെയൊക്കെ നന്നായിട്ട് കളയും. ഈ ഡെഡ് സ്കിൻസിനെ കളയുമ്പോൾ നമ്മുടെ സ്കിന്നൊക്കെ നമ്മുടെ സ്കിന്നിലെ പോഴ്സ് ഒക്കെ നന്നായിട്ട് ഓപ്പൺ ചെയ്യും. ഈ ഓപ്പൺ ചെയ്യുന്നത് വഴി ഇത് പെനട്രേറ്റ് ചെയ്ത് നേരെ ഉള്ളിലെത്തിയിട്ട് സ്കിന്നിൻ്റെ സെൽ ടേൺ ഓവർ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് വർക്ക് ചെയ്യും. നമ്മളെപ്പോഴും ഒരു ഗ്ലൈക്കോലിക് ആസിഡ് യൂസ് ചെയ്യുമ്പോൾ ലോവർ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഒരു 5 to 7% ആ ഒരു കോൺസെൻട്രേഷനിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ ടോളറൻസിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക കോൺസെൻട്രേഷൻ കൂട്ടി കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ആദ്യം തന്നെ നമ്മൾ ഒരിക്കലും ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഗ്ലൈക്കോലിക് ആസിഡ് യൂസ് ചെയ്യരുത് കേട്ടോ. അത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ നമ്മളെപ്പോഴും ഏറ്റവും കുറവ് കോൺസെൻട്രേഷനുള്ള ഏത് ആസിഡ് ആണെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. നമ്മളെപ്പോഴും ഗ്ലൈക്കോലിക് ആസിഡ് യൂസ് ചെയ്യുന്നത് നൈറ്റ് ടൈമിലായിരിക്കണം. അതിൻ്റെ കൂടെ എപ്പോഴും ഒരു മോയ്സ്ചറൈസറും കൂടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിത് വേറെയുള്ള ആസിഡ്സിൻ്റെ കൂടെയോ എക്സ്ഫോളിയേറ്റിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഹാർഷ് പ്രൊഡക്റ്റിൻ്റെ കൂടെ ഒന്നും യൂസ് ചെയ്യരുത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വീക്ക്ലി ത്രൈസ് ഒക്കെ യൂസ് ചെയ്താൽ മതി. 2 ആയാലും മതി കേട്ടോ. 2 ദിവസമോ അല്ലെങ്കിൽ 3 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. ഒരിക്കലും ഡെയിലി ഒന്നും യൂസ് ചെയ്യരുത്. ഗ്ലൈക്കോലിക് ആസിഡ് നല്ല റിസൾട്ട് തരുന്ന സംഭവമാണ്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിനെ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വെളുത്തിട്ട് പാടുക എന്നൊക്കെ പറയില്ലേ, പാടുകളൊക്കെ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അത് ഡെയിലി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ ഡെയിലി യൂസ് ചെയ്യും. ഒരിക്കലും ഡെയിലി യൂസ് ചെയ്യരുത്. അതർ ഹാർഷ് പ്രൊഡക്റ്റിൻ്റെ ഒപ്പം യൂസ് ചെയ്യരുത്. പിന്നെ നമ്മൾ മറ്റുള്ള സെറങ്ങളുടെ കൂടി യൂസ് ചെയ്യരുത്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴും മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഏതൊരു ആസിഡ് യൂസ് ചെയ്യുമ്പോഴും പാച്ച് ടെസ്റ്റ് എടുക്കുക. പാച്ച് ടെസ്റ്റ് നമ്മൾ സ്കിന്നിൻ്റെ ഈ ഒരു ഭാഗങ്ങളിൽ എടുക്കുക. കാരണം
ചെവിയുടെ ബാക്കിൽ അല്ലെങ്കിൽ കഴുത്തിലൊക്കെ എടുക്കുന്നത് നമ്മൾ അവിടുത്തെ സ്കിന്ന് വേറെ വേറെ സ്കിന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇവിടെ എടുക്കുക. ഇവിടെ ആകുമ്പോൾ അത്ര ആൾക്കാർ ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് കുരു വന്നാലും എന്ത് കാര്യങ്ങൾ വന്നാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പോൾ നമ്മളെപ്പോഴും ഈ ഒരു ഭാഗങ്ങളിൽ പാച്ച് ടെസ്റ്റ് എടുത്തിട്ട് അത് ഓക്കെ ആണ് 3 to 7 days ഒക്കെ നോക്കി അത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമുക്കത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. നിങ്ങളുടെ സ്കിന്നിന് പറ്റിയ പ്രൊഡക്റ്റ് അല്ല എന്ന് മനസ്സിലാക്കുക. ഇറിറ്റേഷനോ അല്ലെങ്കിൽ റെഡ്നെസ്സോ അല്ലെങ്കിൽ എന്താ പറയുക ഇച്ചിനെസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരില്ലേ. അപ്പോൾ നിങ്ങളത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ അത് യൂസ് ചെയ്യരുത്. ഇതിന് കുറച്ച് സൈഡ് എഫക്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ റെഡ്നെസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. ഡ്രൈനെസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ സണ്ണിലോട്ട് ഇറങ്ങുമ്പോൾ സെൻസിറ്റീവ് ആവാൻ വേണ്ടിയുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഞാൻ നൈറ്റ് ടൈമിൽ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും നമ്മൾ പാക്ക് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഗ്ലൈക്കോളിക് ആസിഡ് ഒരു പവർഫുൾ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു 2-3 days ഒന്ന് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ 2 weeks ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇത് കുറച്ച് ഒരു 3 month എങ്കിലും അടുപ്പിച്ച് യൂസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് അത് പ്രൊവൈഡ് ചെയ്യുള്ളൂ. അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. എപ്പോഴും സ്കിൻ കെയർ ചെയ്യുമ്പോൾ ഒരു ലോങ് ടേം രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുക. ലോങ് ടേമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് കാരണം കേട്ടോ. അപ്പോൾ അങ്ങനെ നോക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഗ്ലൈക്കോളിക് ആസിഡിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഗ്ലൈക്കോളിക് ആസിഡ് ഒരു എക്സ്ഫോളിയൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിൽ മാത്രം നിങ്ങൾ നോക്കുക. നിങ്ങളെ സ്കിൻ കൺസേൺ നിങ്ങൾക്ക് നന്നായിട്ട് എന്താ പറയുക പിഗ്മെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് എപ്പോഴും സൂക്ഷിച്ച് യൂസ് ചെയ്യുക. സെൻസിറ്റീവ് സ്കിന്നുകാർ പാച്ച് ടെസ്റ്റ് എടുത്ത് നോക്കിയിട്ട് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് മാത്രം യൂസ് ചെയ്യുക. കാരണം അത്യാവശ്യം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ് ഇത്. നമ്മളെ സ്കിന്നിന് നല്ല ഇറിറ്റേഷനും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ആസിഡാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. നിങ്ങളുടെ സ്കിൻ കൺസേൺ ഇതാണെന്നുണ്ടെങ്കിൽ മാത്രം ഇക്കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നമ്മൾ 4 ആസിഡ്സിനെ കുറിച്ചിട്ട് ഇതുവരെ സംസാരിച്ചു. 4 വീഡിയോസ് ആയിട്ട് നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇനി ആസിഡ്സ് വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കണ്ട. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ആസിഡ് ഏതാ അല്ലെങ്കിൽ അടുത്ത് നമ്മൾ പറയേണ്ട ആസിഡ് ഏതാന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും ബൈ. ടേക്ക് കെയർ. ലവ് യു ആൾ. ബൈ.